ആദ്യമായിട്ടാണ് കൊല്ലം. അച്ചുട്ടി ഇതുവരെ ഉണ്ടായിട്ടില്ലേ. അതിനെ അത്തം വരുന്നത് ഓണം വരുന്നത് അറിയാതൊരു സമയം ആദ്യമായിട്ടാണ്. അതുകൊണ്ട് അത്തത്തറയില്ലൊന്നും പറ്റിയില്ല ഇപ്രാവശ്യം. അത് മാത്രല്ല, കലാകാരി ആദ്യമായിട്ടാണ് അച്ചുവാണ് പോലെ. കലാകാരി അച്ചുവാണ്. ആദ്യമായിട്ടാണ് അച്ചുട്ടി പൂവിടുന്നത്. അതും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. രാവിലെ പൂവിടാൻ പറഞ്ഞപ്പോ അച്ചു എന്താ പറയണെന്ന് പറയാം, അമ്മയല്ലേ എല്ലാ കൊല്ലം പൂവിടല്. കേമായിട്ടുണ്ട്. നന്നായിട്ടില്ലേ? അപ്പൊ ഇതേപോലെ എല്ലാ ദിവസവും സുകന്യെ എല്ലാ ദിവസവും അച്ചു പൂവിടുന്നേ. സ്കൂളിന് ഇതിട്ടിട്ട് സ്കൂളിൽ പോവാ. അവിടെ ഞാന് ഇതൊക്കെ സുകന്യ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവള് റോട്ടിൽ ഇറങ്ങി നിൽക്കാണ്. മറന്നുപോയിന്നോ? അല്ല, പെൺകുട്ടികളുള്ളവർക്ക് പെൺകുട്ടികളും എടുത്തേന്ന് ലേട്ടാ. രാവിലെ അല്ലേ ഏട്ടന് 7 മണിയാകുമ്പോ നീപ്പിച്ചു കേട്ടോ. ഇവരെ നീപ്പിച്ചിട്ട് പറഞ്ഞു, എടി നത്താണ് പൂവിട്, നീക്കി പറഞ്ഞപ്പോ അമ്മയല്ലേ പൂവിടല്, അമ്മ പോയിട്. അപ്പൊ അഹനിയേട്ടൻ പറഞ്ഞു, എപ്പോഴും ഈ അമ്മേനെ എന്തിനാ കണക്കൂട്ടണം, നിങ്ങൾക്ക് പൂവിട്ടൂടെ പറഞ്ഞപ്പോ വന്നിട്ടതാ സുകന്യെ. നമ്മളവിടെ പുതിയ വീട്ടില് ആദ്യത്തെ പൂവിടലാണ് കേട്ടെന്ന്. പൂ പറിച്ചിട്ട് തന്നെ തുടങ്ങും. പക്ഷെ ചില ഭാഗത്ത് ആദ്യത്തെ അത്തത്തിന് തുമ്പപ്പൂവും അതേപോലെ മുക്കുറ്റിയൊക്കെ പാടെയാണ് ഇടുക. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഏത് പൂവാണോ നമുക്ക് കിട്ടുക നമ്മളതിടും. തുമ്പപ്പൂവൊക്കെ ഇടാറുന്നു. സംഭവം നമ്മളിപ്പോഴത്തെ തിരക്കിന് തുമ്പപ്പൂ ഈ പൂ പറിക്കാൻ പോലും സമയമില്ലാത്ത സുകന്യ. കാക്കപ്പൂവ് ഫസ്റ്റ് കിട്ടിയത്. പിന്നെന്താ ഇടണ്ടേ? ചെമ്പരത്തി പൂ അതാ നിക്കണു, കാക്കപ്പൂ ഇതാ നിക്കണു, അതാ ഒന്ന് അതിന്റെ ഇടയിൽ അതാ നിക്കണു, താഴെ നിക്കണു. ഏട്ടാ ചെറിയ പൂക്കളം മതി. ഇതാ എങ്ങനെയുണ്ട്? ചെറുത് മതി. തറവാട്ടത്തെ ഇടല് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു. അച്ഛ പൂവായിട്ട് ഇന്നലെ സതിയേട്ടൻ കല്ലടിക്കോട് പോയിട്ട് വരുമ്പോ ഒരു ഓർമ്മ. അവിടെ എല്ലാവരുടെയും എന്റെ അച്ഛനെ ചകിരിയില്ലേ ബാച്ചുട്ടി, അതായിട്ട് എന്റെ അച്ഛൻ എന്താ ചെയ്യാന്നറിയോ, ചകിരിയില്ലേ, ചകിരി ഇങ്ങനെ ആക്കിയിട്ട് അതിന്റെ ചോറ് കിട്ടില്ലേ, ആ ചോറില് നീലം നമ്മുടെ ഉജാലല്ലേ, ഉജാല മുക്കിയിട്ട് നീല കളറാക്കും. പിന്നെ അത് മാത്രല്ലേ, നമ്മുടെ ഈ ഇതില്ലേ എന്തെന്നറിയോ, തേക്കിന്റെ തൂമ്പല അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതൊരു കളർ വ്യത്യാസം വരും. നമുക്ക് ചകിരിയും കൊണ്ടും പേപ്പറും കൊണ്ടും പക്ഷെ നല്ല ഡിസൈനിൽ ഉണ്ടാക്കുക കേട്ടാ. അത്തല്ലേ, നമുക്ക് അത്തപ്പൂക്കളം തന്നെ ഇടണം. പൂക്കളം തന്നെ വാടാമല്ലി ഉണ്ടല്ലോ. റോസ് ഉണ്ടാവൂല്ലോ. ചെമ്പരത്തി ഉള്ളത് പൊട്ടിക്കണ്ടോ? റോസ് പൂ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞങ്ങളില്ലേ തിരുവോണം ദിവസത്തിന് വെക്കാൻ വേണ്ടി വേണം. അതല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് തിരുവോണത്തിന് സതിയേട്ടൻ വാങ്ങി ഒരു കൂട്, ഏട്ടൻ 2 വാങ്ങി. ഞങ്ങള് തിരുവോണ സമയത്ത് വട്ടത്തിൽ ഇടണം പറഞ്ഞിട്ടാ. അന്നാണെങ്കിലോ എന്തായി, പെരും മഴ. പൂവ് അത് കഴിഞ്ഞിട്ട് ചതയവും കഴിഞ്ഞിട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു അല്ലേ. ചതയത്തിന് നമ്മള് പുതിയ വീട്ടിലിട്ടില്ലേ പൂവ് പക്ഷെ ആദ്യമായിട്ടാണ് നമ്മുടെ പുതിയ മുറ്റത്ത്. വായോ എല്ലാവരും. എന്തൊക്കെ വിചാരിച്ച ഗംഭീര തറയുണ്ടാക്കണം. അല്ല, ഇന്ന് തറ ഉണ്ടാക്കണം. രണ്ടോടത്തും ഉണ്ടാക്കണം. അത് വൈകുന്നേരം ആകുമ്പോ ഇല്ലെങ്കിൽ ഇന്ന് പലകയില് പൂവിടാൻ പറ്റും. ഇപ്പൊ കുറച്ച് ചാണകത്തിട്ടാ മതി. നീ പൂ പറിക്കണ്ടേ? മതി, ബാക്കി അത് എടുത്തേക്ക്, നാളേക്ക് മതി. ഇന്ന് ചെറുത് മതി. ആ ചെമ്പരത്തി പൊട്ടിച്ചോ, ഉള്ളത് കളയണ്ടേ? ചെമ്പരത്തി ഇങ്ങനെ നമ്മള് തമിഴ്നാട്ടിൽ പോയപ്പോ ചെമ്പരത്തി പൊട്ടിക്ക്, ആ ചെമ്പരത്തി പൊട്ടിക്ക്. അവൾക്ക് എത്തണ്ടേ? എവിടുന്ന്? ഇതും പൊട്ടിച്ചോ? ഇത് കൊമ്പ് വളച്ചാ കിട്ടി. ഉണ്ടച്ചെമ്പരത്തി കിട്ടിയോ? നമ്മുടെ ഉണ്ടച്ചെമ്പരത്തിയിലൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ഉണ്ടച്ചെമ്പരത്തി മുമ്പടയിൽ ഉണ്ടായത് അത്. അതെ. മിടുക്കൻ ഗുണം ചെയ്തപ്പോ. ചെമ്പരത്തി പൂവും കൂടി മറിക്കണ്ടേ? പൊന്നൂഷ, ഇതെന്താ മനസ്സിലായോ? എന്തത് പൂവ്? ഓണായിട്ടോ ഓണാണേ. ഒരു കുമ്പളപ്പൂവ് ഉണ്ടായില്ലല്ലോ. അതോ, അത് മുത്തപ്പന്റെ ഓടപ്പൂവാണ്. ഇത് വേറെ. ഇത് ഓണല്ലേ? ഉണ്ടാവട്ടെ. വല്ലതും അറിയണ്ടോ നീ? ഉണ്ടോ? കുമ്പളപ്പൂവ് മത്തനെ കുമ്പളക്കുള്ള പൊട്ടിച്ചോട്ടോ. എടുക്ക്, പൊട്ടിക്കുന്ന. അത് ഒന്നുകൂടെ വലിച്ചു കഴിഞ്ഞാൽ അതും കിട്ടുട്ടോ.
അങ്ങനെ ഓ ഉണ്ട്. നാളേക്ക് മതി. ബാക്കി അവിടെ കട്ടെ, അത് ഇന്ന് തന്നെ വാടിപ്പൂ ഉണ്ടാവില്ല, 2 ദിവസമൊക്കെ നിൽക്കുന്ന പൂവല്ലേ ഇത്. സുകന്യേ അവിടെ ചാണകം തേക്കുന്നുണ്ട് കേട്ടോ. ബാ എന്താ ഡാൻസ് കളിക്കുന്നോക്ക്. നമുക്ക് ചെണ്ടുമല്ലി ഉണ്ടായിട്ടുണ്ട് ഇതില്. അത് ആയി വരുന്നുള്ളൂ അല്ലേ, ആവശ്യത്തിനാവില്ല. അങ്ങനെയാണ്, അത്രയും കളയാൻ പാടുവോ? പിന്നെ അവൾക്ക് പരിചയം വേണ്ട ഇത് വല്ലതും. ചാണകം തേക്കിരി പെണ്ണേ. ശംഖുപുഷ്പം ഉണ്ടായിട്ടുണ്ട്, വേണോ? ശംഖുപുഷ്പം കൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കാം. അതായിട്ടില്ല, അത് പൂ കിട്ടാത്ത ദിവസം ഇടാ. ആകെ ഒന്നല്ലേ ഉള്ളൂ അല്ലേ? അല്ല, അതാത് മഴ പെയ്തില്ലേ, പെരുമഴ പെയ്തപ്പോ ഒക്കെ പോയി, ഉഷാറായി വന്നതാ. പിന്നെ ഇത് നമ്മള് തെങ്ങിന്റെ അല്ലേ, ആ ക്ലാസ്സും കൊണ്ട് എങ്ങനെയാണ് പെണ്ണെ തകിയ? ബക്കറ്റ് വേണ്ടേ? ചേച്ചി ഞാൻ കുളിച്ചത് കൊണ്ടില്ലേ, ചാണകം തളിക്ക, കുളി കഴിഞ്ഞപ്പോ പിന്നെ ചാണകം തളിക്കാൻ തോന്നുന്നു. ഇനി സുകന്യ കുളിക്കാൻ പോകട്ടെ, കുറച്ചും കൂടി വെള്ളം എടുത്തിട്ടേ. എന്താണ്, എങ്ങനെയാണ് പരിപാടി? അവിടെ പിടിക്കുന്നില്ലല്ലോ സുകന്യ, ചാണകം നിലം മിനുസായിട്ട്. വെള്ളം തെളിച്ചാൽ ശരിയാവും. നമുക്ക് തറടാ. ഇവിടെ ഒരു ഉമ്മറം, അതവിടെ സൈഡ് തന്നില്ലേ. നിന്റെ കണക്കേ തെറ്റി. അങ്ങനെ സാരില്ല, സാരില്ല, അതൊന്നും പ്രശ്നമില്ല. സോറി, ക്ഷമിക്കില്ലേ ഞാന്, ക്ഷമിക്കില്ലേ ഞാന്. അല്ലേട്ടാ, അല്ല പിന്നെ സോറി അല്ലേ. പോ ഉമ്മറ അതല്ലേ, നടുമ്മറത്തല്ലേ വെക്കുക. നൂല് പിടിക്കണേ കുറച്ചുകൂടെ അങ്ങ് എടുക്കുക. നീ അതൊന്നും നോക്കണ്ട, നീ അവിടെ എവിടെ ഇട്ടാൽ മതി. ഇനി കുറച്ചപ്പുറത്തേക്ക് ഇട്ടാലും കുഴപ്പമുണ്ടാവില്ലേ. ഇനി പത്തത്തറ ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാക്കണം. അത് സാരല്ല, അത് ഇവിടെ വെച്ചാലും മതി. വെച്ചോ. അല്ല, കുറച്ച് ശരിക്കും കുറച്ച് ഇങ്ങോട്ട് താഴത്തേക്ക് ഇടുന്നല്ലേ, സ്റ്റെപ്പിന്റെ അടുത്തേക്ക് ഇടുന്നല്ലേ, മഴ പെയ്ത നനയില്ല. ഇതിപ്പോ ഇന്നത്തെ അത്തപ്പൂ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി 2 കൊട്ട മണ്ണ് കൊണ്ടുവന്നിട്ട് എടുക്കാം. മാതോരൊക്കെ വെക്കണം എന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ. പക്ഷെ മാതോര് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചിട്ടയ്ക്ക് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. അതും കൊണ്ടാണ് 4-5 പെൺകുട്ടികളല്ലേ, അപ്പൊ അതും കൊണ്ട് 4 പേര് ഞങ്ങളുണ്ടല്ലോ. മാതോര് വെക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചിട്ടയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. ഇത് റൗണ്ട് പോയി. അത് സാരില്ല, റൗണ്ട് ഫുൾ ഇടൊന്നും വേണ്ടേ, മതി മതി, ചെറുതിട്ടാ പോരെ. താങ്ക് യു. എന്റെ കുട്ടി പറയുന്നുണ്ടോ താങ്ക് യു. ന്യൂസ് നിക്കണോക്ക്. പൊന്നൂത്തിന് ഓർമ്മ ഉണ്ടോ കഴിഞ്ഞ കൊല്ലം നമ്മള് പൂട്ടത്? ഇന്ന് പുത്തരിയാണ്. ഉണ്ടോ? നിറപ്പുത്തരിയാണെന്ന് അമ്പലത്തില്. ഇപ്പൊ അനിയൻ അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. വരുമ്പോ നമുക്ക് പുത്തരിയും കൊണ്ട് വരാം. അപ്പൊ നമ്മളില്ലേ പുത്തരിയും കൊണ്ട് വരാന്ന്. ഇല്ലെന്നറ വല്ലെന്നറ എന്തായിട്ടാ പറയനെ, അങ്ങനെ എന്തോ പറയില്ല ഏട്ടാ. എന്തൊക്കെയോ പറയും. ശരി, എത്ര കൊല്ലത്തെ ആഗ്രഹമാണിത്, എത്ര കൊല്ലത്തെ സ്വപ്നമാണിത് അല്ലേ? നമ്മുടെ മുറ്റത്തൊരു പൂവിടല്, നമ്മുടെ മുറ്റത്ത് അല്ലേ, എല്ലാവരും പാടെ കൂടിയിട്ടുള്ള ഒരു ഓണം. പതിക്കൊല്ലം അതും സംഭവിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ ഭഗവാനെ, അല്ലേ? അതെ. കുട്ടി അച്ചു, കളറൊക്കെ പറഞ്ഞു കൊടുക്ക്. എന്റെ കളറുകൾ കേമായിട്ടുണ്ട്. അമ്മൂനെക്കാളും അച്ചുവിനെക്കാളും വാശിയില്ല ഞാൻ. അച്ചുട്ടിയുടെ അച്ചു തുടക്കം ഗംഭീരാക്കിട്ട് വന്നു. ലച്ചോ അമ്മുട്ടിയാണ് നല്ല വരയ്ക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ അമ്മൂന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു താല്പര്യമില്ല. എന്നാൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇനിയിപ്പോ കിച്ചു എണീറ്റ് വന്നിട്ടില്ല. എന്നപ്പോ അവന്റെ വകയായിരിക്കും ഇനി ഒരു പരാക്രമം. ആദ്യത്തെ 2 ദിവസം ഭയങ്കര ഗംഭീരായിരിക്കും. ഓണപ്പൂവ് ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ. പൂ പറിക്കാനും ഉണ്ടാവില്ല, ഒന്നിനും ആളുണ്ടാവില്ല. അല്ലേ, ഓണപ്പൂവേ, ഓണപ്പൂവ് പറഞ്ഞിട്ട് പൂവുണ്ട് നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മള് പറയുന്ന ഓണപ്പൂ, പക്ഷെ അത് നോക്കുമ്പോ വേറെ ആൾക്കാര് വേറെ എന്തൊക്കെയോ പൂവെന്നാ പറയും. പൊന്നു, പക്ഷെ പൂവിടാൻ കൂട് പൊന്നേ.
പൂവിടാൻ കൂടുതലാ. പ്രാവശ്യം നമ്മുടെ ചാത്തപ്പൻ ഫുള്ള് പൂവിട്ട് തിരിയുമ്പോഴേക്കും ചാത്തപ്പൻ കൊത്തിക്കളയും. കഴിഞ്ഞ പ്രാവശ്യം ചീയുമ്പയ്ക്കും എന്നിട്ട് ഞാൻ ഒരു ദിവസം പറഞ്ഞു, എന്തിനാടാ നീ പൂവ് ഇത്രയും കഷ്ടപ്പെട്ട് പൂവിട്ടിട്ട് നീ കളയുന്നത്, എന്താ ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ കൊടയൊക്കെ വെച്ച് കൊടുത്തപ്പോൾ മൂപ്പരാൾക്ക് അത് മനസ്സിലായി അതിലെന്തോ ഉണ്ട് എന്നുള്ളത്. പിന്നെ തൊട്ടിട്ടില്ല അല്ലേ. ഇപ്രാവശ്യം നമുക്ക് ആ നായ്ക്കൾ കാരണം ഞങ്ങളുടെ ചാത്തപ്പൻ പോയി. അല്ലെങ്കിൽ ഇപ്പോഴും അവൻ ഉണ്ടാവുകയാണ്. ഈ പൂവിടുമ്പോൾ നമുക്ക് അതാട്ടോ, അവനെ പേടിച്ച് ചിലപ്പോൾ നമ്മളില്ലേ പൂവൊക്കെ നല്ല രീതിയിൽ ഇട്ടിട്ട് കമത്തി വയ്ക്കും ചേട്ടാ. കുറേ നേരം കമത്തി വെക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പൂത്തറ കവത്തി വയ്ക്കല്ല, പൂവിട്ടിട്ട് പൊളിച്ച് വെച്ചിട്ട് കവത്തി വയ്ക്കാൻ പറ്റുമോ? കുട എന്തെങ്കിലും വെച്ച് മറച്ച് വയ്ക്കുന്നു. എന്താച്ചോ ഈ അപ്പഴേക്ക് അങ്ങനെ ചിന്തിക്കണ്? കണ്ണൻ്റെ പിടിച്ച് പോവാ പൊന്നു. ഈ ചെറിയ ചെരുപ്പിട്ടിട്ട് എവിടേക്കാ നീ? ഇത്ര ചെറിയ ചെരുപ്പ് നമുക്ക് കൊള്ളുവോ? കാല് കൊള്ളുവോ? അത്തം വെളുത്ത ഓണം കറക്കും ഞാൻ പറയാ. അല്ല, അത്തം വെളുത്ത ഓണം കറക്കും പറയും, മഴ പെയ്യും പറയും. പക്ഷെ കഴിഞ്ഞ കൊല്ലം നമ്മുടെ അത്തത്തിന്റെ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓണത്തിന്റെ അപ്പം പോരും മഴയായിരുന്നു പണ്ട്. കാരണം പിന്നെ അപ്പൊ അതന്നെയാണ് പറയണത്, അത്തം വെളുത്ത ഓണം കറക്കും പറഞ്ഞത് അതിനെ. അത്തത്തിന് മഴ പെയ്താ ഓണത്തിന് മഴ പെയ്യില്ല എന്നാണ് പറയാ. ഇന്ന് നല്ല വെയില്. അപ്പൊ നമുക്ക് തിരുവോണത്തിന് എവിടേക്കും പോവാണ്ട് കുറച്ച് മഴ പെയ്താലും കുഴപ്പമുണ്ടാവില്ല. കാരണം അത്തത്തിന്റെ അന്ന് നബിദിനോ ഓണത്തിന്റെ അന്ന് നബിദിനോ തിരുവോണം ഒക്കെ പാടം മഴ ഉണ്ടായി കഴിഞ്ഞാൽ അലങ്കോലാവും. നമ്മൾ ഇപ്രാവശ്യത്തെ നമ്മുടെ നബിദിനം നമുക്ക് സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഓണം പോലെ തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഓണം പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം നമ്മുടെ പുതിയ വീടായപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, അപ്പോഴേക്ക് മഴയൊന്നും ഇല്ലാതെ തിരിച്ചിലുകളൊന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ, എന്നാ ഗംഭീരാക്കാം. വേറെ കളറുകൾ വെറൈറ്റി ഇറക്ക്. എന്താ അച്ചു? അത് നല്ല കളറാച്ചു. അത് റൗണ്ട് എനിക്ക് കിട്ടില്ലല്ലേ. ഇപ്രാവശ്യം മഞ്ഞപ്പൂ ഉണ്ടായിട്ടില്ലല്ലോ അടുക്കളുടെ ആ ഭാഗത്തുനിന്ന്. അതെന്താ? അയ്യോ, അതെന്തിനാ പൊട്ടിച്ച്? അത് നാളേക്ക് മറ്റന്നാളേക്ക് ഒന്ന് ആയിക്കോട്ടെ പറഞ്ഞിട്ട് പൊട്ടിക്കാതെ വെച്ചതാ. അതന്നെ, അതൊരു ഉഷാറ് മുറിച്ചത്. മൂന്നെണ്ണം വരുമ്പോ ശരിയായി കണക്കൊക്കും. ഞാനത് ചെയ്തോളേ. ഞാനെന്താ ചെയ്യും? ശരിയാക്കി തരാം എൻ്റെ അമ്മുട്ടിയെ. അവിടെ ഇരുന്ന് കൂട്. ഇങ്ങനെ അഭിപ്രായം പറഞ്ഞാലോ വെറുതെ വന്നിട്ട്. അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതല്ല കൂടെ കൂട്. അമ്മ ചെയ്യട്ടെ. എങ്ങനെ പറയാ, അമ്മയ്ക്കാണ് എല്ലാ ബുദ്ധിമുട്ടും. അല്ല, ഇത് ചെയ്യുന്നതല്ല, ഇതൊക്കെ പെൺകുട്ടികളെ ചെയ്യാ. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിരുന്നു, അറിയോ? കെട്ടിച്ചു കൊടുത്തും കൊണ്ടാണ്. അല്ല, അമ്മച്ചന്റെ കൂടെ ഞാൻ നിൽക്കും കൊണ്ടല്ലേ ഞാൻ പൂടാൻ പഠിച്ചത്. അച്ഛൻ നിക്കണ്ടല്ലോ അല്ലേ? രണ്ടാള് നിക്കണ്ടല്ലോ. അപ്പൊ പഠിക്കും. എപ്പഴാ ചെയ്യ? അല്ല, അച്ഛൻ ചെയ്തില്ല അറിയാൻ പറ്റില്ല. അമ്മോ, എങ്ങനെ പോയാലും നിന്നെ പറയുന്നത്. മതി 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 മതി. ഏട്ടാ, ഈ റെഡ് മാത്രം മതിയോ? ഒക്കെ ഇട്ടോ, ഏതൊരു കളയാൻ നിക്കണ്ടേ അല്ലേ? അല്ല, അതിലുള്ളതൊക്കെ ഇട്ടോന്ന്. സൂര്യനല്ലടി, ആശയങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ കാണാൻ ഭംഗി ലേട്ടാ, ചന്തല്ലേ കാണുമ്പോ, കളർഫുൾ ആയിട്ടില്ലേ? എന്തു ഭംഗി അമ്മോ നിന്നെ കാണാൻ. അമ്മോനെ ചിരിവേര് നോക്കിയൊക്കെ, പൂച്ചിക്ക് നോക്ക് പെണ്ണ്. എന്നാ അവൾക്ക് ഇട്ടൂടെ ലേട്ടാ? എവിടെ മഞ്ഞ? അപ്പൊ ഇതെന്താ ഓറഞ്ചല്ലേ ഇത് കിടക്കണത്? നോക്ക്.
നോക്ക് ഇനിയേട്ടാ ഇവര് കളിയാക്കി. കോമ്പറ്റീഷനിലൊന്നല്ലല്ലോ. അത് കോമ്പറ്റീഷൻ അല്ല. നാളെ എന്റെ അമ്മൂന്റെ വക പൂക്കളം ഇട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നാളെ പരീക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ 8 മണിക്കല്ലേ പോകണ്ടു. അതിന് മുന്നേ സമയമില്ലേ? 6 മണിക്ക് എഴുന്നേറ്റ് പൂവിടുക, 7 മണി വരെ പൂവിടുക. ഇത് വെക്കണം മുട്ടി. അത് ഓരോന്ന് വെച്ചാ ആ പൂ കളയണ്ട. മത്തനും വെള്ളച്ചെമ്പരത്തി. ചെമ്പരത്തി എവിടുന്ന് കിട്ടിയത്? ചെമ്പരത്തി ഇവിടെ തൊടിയത്തെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വെട്ടിപ്പോയിട്ടില്ല ഫുള്ളില്ലേ? എന്തായാലും നന്നായി. അത് പോയി എന്ന് വിചാരിച്ച് പേടിച്ചാണ്. വെള്ള ചെമ്പരത്തിയാണോ അത് വെള്ളയാണോ അത് കളറ്? വെള്ളയാണോ അത് കളറ്? അതിനെ വെള്ളാന്ന് തന്നെ പറയാ. അത് ക്രീം കളർ എന്നല്ലേ? അതിനെ വെള്ളച്ചെമ്പരത്തി തന്നെ പറയാ. അപ്പൊ വെള്ളേന് എന്താ? ഇതാണ് എന്റെ കണ്ണില് വെള്ള. അതിനെ പണ്ട് തൊട്ടേ പറയാ വെള്ളച്ചെമ്പരത്തി എന്നാണ് പറയാ. മറ്റേത് ചുവപ്പ് ചെമ്പരത്തി, മറ്റേത് ഉണ്ടച്ചെമ്പരത്തി, അങ്ങനെയാണ് പറയാ. അത് തൂവെള്ളയായിട്ടല്ല പറയാ. അതിനെ തൂവെള്ള എന്നുള്ള രീതിക്കല്ല പറയാ. അതിന് പണ്ട് തൊട്ട് പറയുന്നത് അങ്ങനെയൊന്നുമല്ലോ. ഞാൻ എന്റെ ദൈവമേ, ഈ പെണ്ണെന്താണ്? നാളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ നാളല്ലേ നാളെ നിങ്ങൾക്ക് ചോറ് കൊണ്ടോണ്ടല്ലോ? 2 പരീക്ഷ ദോശ ഉണ്ടാക്കി. നാളത്തെ പൂക്കളം ഉച്ചക്കായിരിക്കും ഇടുക അല്ലേ? നാളെ ഉച്ചക്ക് പൂക്കളം ഇടുന്ന. എന്താ ഉച്ചക്ക് ഇടുന്നത്? ഇതൊക്കെ ആയി വരണ്ടേ? ശരിയാവുന്നു. ഓണപ്പരിപാടി ഉണ്ട്. എന്റെ അമ്മ സാരി ഉടുത്തതിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ഇട്ടുതരണം വിചാരിച്ചാണല്ലേ. ഞാൻ വിചാരിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് പറ പോരെ? ഏത് ചെമ്പരത്തി എവിടെ വെക്കണ ഞാന്? ഏത് കൂടെ വേണ്ട, ഇത് മതി, ഇത് മതി, ഇത് മതി. സ്റ്റാൻഡേർഡായി. ഇത്രയൊക്കെ സ്റ്റാൻഡേർഡ് മതി. സ്റ്റാൻഡേർഡായി പോ. ഞാൻ ഈ മിക്ക നിറച്ചിട്ട് ഏട്ട അച്ഛന്ന് പൂവിട്ടത് കൊണ്ട് അച്ഛന്റെ ബലവീര്യം കണ്ട. 500 പൂട് വെച്ച് വൈകുന്നേരം വരെ പൂടുണ്ട് അല്ലേ? 500 പൂടാണെങ്കിലേ കാണണ്ട. ഈ പൂവ് പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, ഇത് കളയാൻ പാടൂല ഏട്ടാ. 500 പൂവ് അതെ വേണമെങ്കിൽ ചെണ്ടുമല്ലി, ചെമ്പരത്തി, വെള്ളച്ചെമ്പരത്തി ഒക്കെ. വേണ്ട 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 വേണ്ട. റോസാപ്പൂ അതായിരിക്കണു. മതി ഏട്ടാ പോരെ? ഒരു ചന്ദനത്തിരി എടുത്തിട്ടൊന്ന് കുളപ്പിക്ക. അമ്മ കുളിക്ക് പോയിട്ട് കുളിച്ചൂലേ? അച്ഛന്നാ ഈ പൂ നിനക്കിടാനാ? അടുക്കളയുടെ മുറത്തിട്ടോ? അതൊന്നും വേണ്ട. എന്താ വേറെ പണിയില്ലേ? ഇന്ന് വീട്ടിൽ 4 പേർ അതുകൂടെ കൂടെ പൂട്. അവിടെ എന്റെ ചെരുപ്പ് ആ പൊന്നു കൊണ്ടേ. എനിക്ക് ഇനി ഇത് വെക്കണ്ടേ? ഇതെവിടെ കെട്ടി തൂക്കണ? കെട്ടി തൂക്ക. നിറപുത്തിരി നിങ്ങളുടെതാ ഇത് കണ്ടിരുന്നോ? വീഡിയോയിൽ കാണിച്ചോ? ഇതാ നമ്മുടെ അമ്പലത്തിൽ നിന്ന് നിറപുത്തിരിയാണ് കേട്ടോ. അപ്പം നമ്മളിതാ അനിയൻ രാവിലെ പോയതാണ്. കണ്ടോ? ഇതാ കണ്ടോ? കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തെ പ്രാവശ്യം ഏട്ടനാണല്ലേ കതിര് പൊടിക്കാൻ പോയത്. പിന്നെ ഇതാ ഇലകള്, പുളിയുടെ ഇല, പ്ലാവിൻ്റെ ഇല, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ കുത്തിയിറങ്ങണ്ടാവും ആണ്. അച്ചുട്ടിയിട്ട പൂക്കളം എന്ത് ചന്താണ് വെച്ചിട്ടാ. ഞാൻ ഇട്ടതിനേക്കാളും ചന്തണ്ട്. മതി മതി അച്ഛൻ്റെ കേട്ടോ. നാളെ കിടാൻ വേണ്ടിട്ട് തന്നെ എറിഞ്ഞിരിക്കണ്ട് അല്ലേ? അങ്ങനെയല്ല അച്ചു, നന്നായിട്ടില്ലേ കളറായിട്ട് അല്ലേ? എനിക്ക് ഇഷ്ടായിട്ടോ. നല്ല കളർ കോമ്പിനേഷൻ അച്ചുവിന്റെ തന്നെയാണ് കേട്ടോ. പക്ഷെ എന്താന്നറിയോ, നാളെ നേരത്തെ തീച്ച് കുളിച്ചിട്ട് വേണം പൂവിടാന്. അവൾക്ക് അത്ത ഓർമ്മയില്ലാത്തോണ്ടാണ്. അപ്പൊ പറയണ്ടായിരുന്നു അവളുടെ അടുത്ത്. ഇത് അവളെ അറിയണ്ട. ഇപ്പൊ ഇത്
അത്തമ്പത്തിന് പൊന്നോണം അല്ലേ? അത്തമ്പത്തിന് ഇതേപോലെ നല്ല വെളിച്ചുള്ള പൊന്നോണം തന്നെ എല്ലാവർക്കും കിട്ടട്ടെ. കിട്ടട്ടെ. അപ്പോൾ നല്ല സന്തോഷം അല്ലേ? അതെ, സന്തോഷമുള്ള പൊന്നോണം സന്തോഷമായിട്ട് ആഘോഷിക്കാൻ പറ്റും. അച്ചുവിൻ്റെ പൂടൽ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് അല്ലേ? നന്നായിട്ടുണ്ട്. നോക്കിയേക്ക പൊന്നോ പൊന്നോ പൊന്നു പൂക്കളടിയാണ് അല്ലേ? തിന്നാൻ തിന്നു വീട്ടില് സാമ്പാറും നോക്ക്. ആര് ആരാറിന് കുട്ടിച്ച് പനിയാണ്. ഓ ആവുകയാണല്ലേ? ഇഞ്ചക്ഷൻ വെക്കണോ? വെക്കണോ? എന്ത് വെച്ചിട്ട് വെക്കണം പറയുന്നത്? അവിടെ മതിയാ. ഇപ്പൊ ബാലവാടി പോവാൻ തുടങ്ങിയത് കൊണ്ട് കിട്ടിയൊരു മാറ്റം എന്താണെന്നറിയോ? ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ മേടിച്ചു. മറ്റേത് പറഞ്ഞ വെച്ചാൽ വായയിൽ വെച്ച് കൊടുത്താലാണ്. ഇപ്പൊ കണ്ടോ അതെങ്ങനെയാണ് കഴിക്കുക എന്നുള്ളത് കുട്ടികളുടെ കൂടെ. ആ കുട്ടിക്ക് വിശക്കുണ്ടേ. എന്തെങ്കിലും മിടുക്കനാണ്. പിന്നെന്താ? ചമ്മന്തി ചമ്മന്തി ഇതാ ഒരു പാത്രം സാമ്പാർ. അപ്പൊ ഇവിടെ വേറെ ഉണ്ടായിരുന്നല്ലമ്മ ഇന്നലെ എടുത്തു വെച്ച സാമ്പാർ. പിന്നെ തുണി നിർബന്ധമായിരിക്കും. ഞാൻ തുണി എടുക്കില്ല. അമ്മ ക്ലീൻ ആക്കില്ല. അല്ലെങ്കിൽ അത് വൃത്തി ഉണ്ടാവൂല കാണാൻ. അതാണോ ഇപ്പൊ തന്നെ പറയണ്ട പറഞ്ഞ വൃത്തിയിട്ടൊക്കെ തുണി തന്നെ ഉണ്ടാക്കണം അല്ലേ? അല്ല സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിട്ട് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവോ? അത് തണുത്താ നല്ല വൃത്തി ഉണ്ടാവും അല്ലമ്മ? തണുത്താ നല്ല വൃത്തി ഉണ്ടാവും. തണുത്ത് കഴിഞ്ഞാൽ ഇഡ്ഡലി. പക്ഷെ അതെന്താ അറിയോ? ഈ 10-20 മിനിറ്റ് ആവും. ഇതാവുമ്പോ എന്താ പറയാ ഇങ്ങനെ ചൂടോടെ ഇടാ. പിന്നെ പക്ഷെ അത് എടുക്കാത്തല്ലോ. വെള്ളം തക്കാളി ഒന്ന് കൂട്ടാം. നല്ല ചക്കയായിരുന്നു. എന്തായാലും വീണ് പോയില്ലേ? പറിച്ചു തരില്ലേ? വേണ്ടേ? കൊഞ്ചിക്കാനും കൂടി പറ്റില്ല. വായോ ഏയ് തിരിഞ്ഞു നിക്കണ നോക്കിയോക്ക്. എളിവീര് കൊള്ളുകയാണല്ലോ. എന്താ കളിക്കുക എൻ്റെ അടുത്ത് തന്നെ. ആരെ ഇഷ്ടം ഇപ്പൊ കാണിച്ചു തരാട്ടെ. ഞാന് ആരെ ഇഷ്ടം ഇപ്പൊ കാണിച്ചു തരാം. പപ്പുച്ച എന്താണ്? പോവോ പോവോ? അവിടെ ഒക്കെ ഉണ്ടാ തേങ്ങ ഉണ്ടോ? അവിടെ ഉണങ്ങി ഒന്നേല്ലോ വീഴാൻ. 2 ഞാൻ കുത്തിച്ചടിച്ചു. അത് വീട്ടിൽ നന്നായല്ലോ. ഇഡ്ഡലി പാപ്പ കഴിച്ചില്ലേ? ദോശ കഴിച്ച്. അപ്പോഴേ തിരക്കായിട്ടോ നമ്മളില്ലേ നമ്മുടെ വിശേഷം നിർത്താണ്. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.